കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് 11 മാസമാവുകയാണ്. ഇത് ഒരു വലിയ കാലയളവല്ല. എന്നാൽ ഈ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ശ്രദ്ധേയമായ ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഇടതുപക്ഷ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു അഴിമതിരഹിത ഭരണം അതിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു. സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ സമഗ്ര വികസനത്തിന് ഉതകുന്ന പദ്ധതികൾക്ക് രൂപം കൊടുക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ UDFൻ്റെ 5 വർഷക്കാലം ആ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ പോരാട്ടവും കോർപ്പറേറ്റ് വൽക്കരണത്തിനും RSSൻ്റെ വർഗീയതക്കുമെതിരായി നടന്ന രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഫലമായാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇടതുപക്ഷത്തെ അധികാരത്തിൽ കൊണ്ടുവന്നത്. ആ ജനങ്ങളുടെ ആഗ്രഹ അഭിലാഷങ്ങൾ അത് പൂർത്തീകരിക്കുന്ന വിധത്തിലാണ് ഇടതുപക്ഷ സർക്കാർ പ്രവർത്തിക്കേണ്ടത്. ആ ജനവിഭാഗങ്ങളെ നിരാശരാക്കുന്ന ഒരു നടപടിയും മുന്നണിയുടെ ഭാഗത്തു നിന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൂടാ. ഈ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോജിച്ച് പ്രശ്നങ്ങളെ നേരിടുകയും ശത്രുവർഗത്തിൻ്റെ കുത്തിത്തിരിപ്പുകളെ പരാജയപ്പെടുത്തുകയുമാണ് വേണ്ടത്. കേന്ദ്രത്തിൽ ഉള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ അസ്ഥിരീകരിക്കാൻ RSS നേതൃത്വത്തിൽ ഇവിടെ കൊണ്ടുപിടിച്ച് ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ജനങ്ങളെ ഇടതുപക്ഷത്തിനെതിരായി തിരിച്ചുവിടാൻ, ജനവികാരം ഗവൺമെൻറ്റിനെതിരായി മാറ്റാനാണ് കേന്ദ്ര സർക്കാർ ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായം ഇല്ലാതാക്കിയത്. റേഷൻ വിതരണം തന്നെ താറുമാറാക്കി. ഇത് ജനങ്ങളെ ഗവൺമെൻറ്റിനെതിരായി തിരിച്ചുവിടാൻ BJP ഗവൺമെൻറ് നടത്തിയ ഒരാസൂത്രിത പദ്ധതിയാണ്. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് നോട്ടുകൾ നിരോധിച്ചു, 500 രൂപയുടെയും 1000 രൂപയുടെയും. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ തകർക്കാൻ ആസൂത്രിതമായ ഇടപെടലാണ് BJP നടത്തിയത്. ഇപ്പോൾ നിരോധിച്ച നോട്ടിന് അത്രയും നോട്ട് പകരം അച്ചടിച്ചിറക്കാത്തതിൻ്റെ ഫലമായി ആവശ്യത്തിന് നോട്ട് ലഭിക്കാത്തൊരവസ്ഥ വന്നുയർന്നു. ഇതിൻ്റെ ഫലമായി സംസ്ഥാന ഗവൺമെൻറ്റിന് റിസർവ് ബാങ്കിൽ നൽകേണ്ടുന്ന പണം പോലും നൽകുന്നില്ല. ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ച് ജീവനക്കാരെയും പെൻഷൻകാരെയും ഗവൺമെൻറ്റിനെതിരായി തിരിച്ചുവിടാനാണ് ഈ സന്ദർഭം കേന്ദ്ര ഗവൺമെൻറ് ഉപയോഗപ്പെടുത്തിയത്. കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ള IPS IAS ഉദ്യോഗസ്ഥന്മാരിൽ ഒരു വിഭാഗത്തെയും ഗവൺമെൻറ്റിനെതിരായി ഉപയോഗിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിനെ ഉപയോഗിച്ച് RSS ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ശത്രുവർഗം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ BJP ആണ് കേന്ദ്രത്തിൽ അധികാരത്തിലുള്ളത് എന്നതുകൊണ്ട് പ്രത്യേകമായ ഇടപെടൽ ഇവിടെ നടക്കുന്നുണ്ട്. അതിനെല്ലാവിധ പ്രോത്സാഹനം ചെയ്തു കൊടുക്കുന്ന സമീപനമാണ് കോൺഗ്രസ്
സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. BJPയുമായി ചേർന്നുകൊണ്ട് കിട്ടാവുന്ന എല്ലാ സന്ദർഭങ്ങളും ഉപയോഗിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ, മുന്നണി നേതാക്കന്മാരും കൂടുതൽ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ടതൊരു കാലഘട്ടമാണ്. ശത്രുവർഗത്തിന് മുതലെടുക്കാൻ സാധിക്കുന്നൊരു അവസരവും LDFിലെ ആരും തന്നെ സൃഷ്ടിക്കാൻ പാടില്ല. ഈ കഴിഞ്ഞ ദിവസം CPIയുടെ സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രൻ പത്രസമ്മേളനത്തിൽ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് തങ്ങളുടെ രാഷ്ട്രീയ ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയുമോ എന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നടത്തിയ അഭിപ്രായ പ്രകടനം വ്യക്തമാക്കുന്നത്. ഇത് വ്യക്തമാക്കുന്നത് ഇത്തരം അവസരങ്ങളെ ഉപയോഗിക്കാൻ തക്കം പാർത്തിരിക്കുന്ന പ്രതിപക്ഷത്തിന് ആയുധം കൊടുക്കുന്ന ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ LDFിൻ്റെ ഘടകകക്ഷികളിൽ നിന്നുണ്ടാകാൻ പാടില്ല എന്താണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ പ്രതികരണം വ്യക്തമാക്കുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആ ഉദ്ദേശം ഇവിടെ കേരളത്തിൽ സഫലമാകാൻ പോകുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ ഐക്യത്തോടു കൂടി പ്രവർത്തിക്കേണ്ടതാണ്. ദേശീയ സാഹചര്യവും സംസ്ഥാന സാഹചര്യവുമാണ് നിലനിൽക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തിപ്പെടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് CPMഉം CPIയും കൂടുതൽ യോജിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത്. വിവിധ പ്രശ്നങ്ങളിൽ വിവിധ പാർട്ടികൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം. രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം വ്യത്യസ്ത അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. സ്വന്തം രാഷ്ട്രീയ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാനുള്ള ബാധ്യത ഓരോ പാർട്ടികൾക്കുമുണ്ട്. അത്തരത്തിലുള്ള രാഷ്ട്രീയമായ തർക്ക വിഷയങ്ങൾ ഉന്നയിക്കുന്നതും ആശയ വ്യക്തത വരുത്തുന്നതും അത് അത്യാവശ്യമായിട്ട് വരും. അത് സ്വാതന്ത്ര്യ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികൾക്കുമുണ്ട്. എന്നാലൊരു മുന്നണിയായി പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ ഭരണത്തിൽ ഒന്നിച്ചു നിൽക്കുമ്പോൾ ഭരണപരമായ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമായി പ്രകടിപ്പിക്കുന്നത് അത് ഭരണ നടപടികളെ തന്നെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുക. LDF സർക്കാർ ഈ 11 മാസക്കാലമായി സ്വീകരിച്ച നയങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കുന്ന ലൈഫ് പദ്ധതി. കേരളത്തിൽ കാർഷിക സമൃദ്ധിക്കും ശുദ്ധജല സ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനും പ്രഖ്യാപിച്ച ഹരിത കേരളം പദ്ധതി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരം ഉയർത്താൻ കേരളത്തിലെ സ്കൂളുകളുടെ നിലവാരം ഉയർത്തുന്ന പദ്ധതി. സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായ മരുന്നും ചികിത്സയും ലഭ്യമാക്കുന്ന ആർദ്രം പദ്ധതി. ഇത്തരം പദ്ധതികളുടെ ഭാഗമായി നടക്കേണ്ടുന്ന അതിന് ഊന്നൽ കൊടുക്കുന്ന ജനകീയ ആസൂത്രണത്തിൻ്റെ 2ാം ഘട്ടം. ഇതൊക്കെ വിജയിപ്പിക്കാൻ എല്ലാ ഘടകകക്ഷികളും വർഗഭോജന സംഘടനകളും ശക്തമായി രംഗത്തിറങ്ങേണ്ട സന്ദർഭത്തിൽ ഭരണപരമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത്
ഗവൺമെൻറ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള സൽപ്രവൃത്തികൾ അത് നാട്ടിൽ ചർച്ച ചെയ്യപ്പെടാത്ത അവസ്ഥ വന്നു ചേരും. ഇത് കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം ഓരോ മുന്നണിയിലെ കക്ഷികളും പ്രവർത്തിക്കാൻ. എന്നാൽ അതിന് വിരുദ്ധമായ നിലയിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ പുറത്തു വന്നു എന്നത് അത് നമുക്ക് ഒഴിവാക്കേണ്ടതാണെന്നാണ് CPM-ൻ്റെ നിലപാട്. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് ചർച്ചയിൽ കൂടി പരിഹരിക്കണം. ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവും ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിക്കകത്തില്ല. ഓരോ വിഷയങ്ങളിലും വ്യക്തത വരുത്തി യോജിച്ച നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ കേരളത്തിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളുടെ പേരിൽ എതിരാളികൾ വലിയ തോതിൽ ആഘോഷിക്കുന്ന നില വന്നുയർന്നിട്ടുണ്ട്. ഇത് കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ശിഥിലമാകാൻ പോകുന്നു എന്ന വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് ഇടം കൊടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സ്ഥിതിയൊന്നും തന്നെ കേരളത്തിലുണ്ടാകാൻ പോകുന്നില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ തുറന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കുക തന്നെ ചെയ്യും. ഇതുമായി പുറത്തു വന്നിട്ടുള്ള പരസ്യമായ ചില അഭിപ്രായ പ്രകടനങ്ങൾ സംബന്ധിച്ച് CPM-ൻ്റെ നിലപാട് വ്യക്തമാക്കേണ്ടുന്ന ബാധ്യത CPM-നുണ്ട്. ഇത് സംബന്ധിച്ച് പുറത്തു വന്ന ഒരു കാര്യം, നിലമ്പൂരിൽ 2 മാവോയിസ്റ്റുകൾ മരണപ്പെട്ട സംഭവം അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരു സംഘം മാവോയിസ്റ്റുകൾ നിലമ്പൂർ കാട്ടിൽ വന്ന് കേന്ദ്രീകരിച്ച് ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ അത് പരിശോധിക്കാൻ വേണ്ടി പോയ പോലീസ് സംഘത്തെ മാവോയിസ്റ്റുകളുടെ ഭാഗത്തുനിന്ന് വെടിവെപ്പുണ്ടാകുകയും തിരിച്ച് വെടിവെപ്പ് നടക്കുകയും ചെയ്തപ്പോൾ 2 മാവോയിസ്റ്റുകൾ അവിടെ മരണപ്പെട്ടു. അവിടെ ആദിവാസികളുടെ യോഗം നടക്കുന്ന സന്ദർഭത്തിലോ എന്തെങ്കിലും പ്രക്ഷോഭം നടക്കുന്ന സന്ദർഭത്തിലോ പോലീസ് പോയി ഇടപെട്ടതല്ല. മറ്റ് സംസ്ഥാനത്ത് ഉള്ള മാവോയിസ്റ്റുകൾക്ക് ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നത് എന്തോ ചില സംഭവങ്ങൾ നടത്താൻ വേണ്ടിയാണ്. അത് പരിശോധിക്കാനുള്ള ബാധ്യത പോലീസിനുണ്ട്. ആ സന്ദർഭത്തിലുണ്ടായ ഒരു സംഭവമാണ്. അതിനെ വ്യാജ ഏറ്റുമുട്ടൽ എന്ന് വിശേഷിപ്പിച്ച് ഒരു പ്രചരണം നടത്തുന്ന സ്ഥിതിയാണ് പിന്നീട് ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായത്. വ്യാജ ഏറ്റുമുട്ടൽ എന്ന് പ്രചരിപ്പിക്കുന്നത് ഒരാളെ പിടികൂടി പോലീസ് കസ്റ്റഡിയിലെടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി വെടിവെച്ച് കൊന്ന് ഏറ്റുമുട്ടലിൽ മരിച്ചു എന്ന് പ്രചരിപ്പിക്കുന്നതാണ് വ്യാജ ഏറ്റുമുട്ടൽ. ഇവിടെ ഈ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന് മാവോയിസ്റ്റുകൾ പോലും ആരോപിച്ചിട്ടില്ല. കസ്റ്റഡിയിലെടുത്ത് ആളെ വെടിവെച്ച് കൊന്ന് ഏറ്റുമുട്ടൽ മരിച്ചു എന്ന് പ്രചരിപ്പിച്ച സംഭവം മുമ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ UDF ഭരണകാലത്താണ് നക്സലേറ്റ് വർഗീസിനെ പിടിച്ചുകൊണ്ടുപോയി അദ്ദേഹത്തെ ഒരു മരത്തിൽ കെട്ടിയിട്ട് 2 കണ്ണും ചുടുന്നെടുത്ത് വെടിവെച്ച് കൊല്ലുന്ന സംഭവം ഉണ്ടായത്. അത്തരത്തിൽ നടന്നൊരു സംഭവമല്ല നിലമ്പൂരിലുണ്ടായ സംഭവം. മുത്തങ്ങയിൽ സമരം ചെയ്യുന്ന ആദിവാസികളെ വെടിവെച്ച് യോഗി ഉൾപ്പെടെയുള്ള ആളുകൾ വെടിയേറ്റ് മരിച്ച സംഭവം പോലൊരു സംഭവമല്ല നിലമ്പൂരിലുണ്ടായിട്ടുള്ള സംഭവം. ആ സംഭവം സംബന്ധിച്ച് ഇത്തരത്തിൽ ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ പേരിൽ ഒരു മജിസ്ട്രേറ്റ് തല അന്വേഷണം പ്രഖ്യാപിക്കാൻ ഗവൺമെൻറ് തയ്യാറായിട്ടുണ്ട്.
ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും വീഴ്ച പോലീസിൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന തുറന്ന സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിനെതിരായി നടത്തുന്ന പ്രചരണങ്ങൾ അത് വസ്തുതാപരമായി ശരിയായ പ്രചരണമല്ല. മറ്റൊരു പ്രശ്നം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് UAPA അത് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈ കാര്യത്തിൽ CPMന് വ്യക്തമായ നിലപാടാണുള്ളത്. ഭീകര പ്രവർത്തനങ്ങൾ തടയാൻ വേണ്ടിയിട്ടാണ് UPA ഭരണകാലത്ത് UAPA പാസ്സാക്കിയെടുത്തത്. അന്ന് തന്നെ ആ നിയമം ദുരുപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന് പാർലമെൻറ്റിൽ ആശങ്ക പ്രകടിപ്പിച്ച പാർട്ടിയാണ് CPIM. ഈ നിയമം കഴിഞ്ഞ UDF ഗവൺമെൻറ് കാലത്ത് കേരളത്തിൽ വലിയ തോതിൽ ദുരുപയോഗപ്പെടുത്തുകയുണ്ടായി. ഇപ്പോൾ CPMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ ഉൾപ്പെടെ ഉള്ള നേതാക്കന്മാർക്കെതിരെ UDF ഗവൺമെൻറ് കാലത്താണ് UAPA പ്രയോഗിച്ചത്. അപ്പം ഞങ്ങൾ അന്നും UAPAക്കെതിരാണ്, ഇന്നും UAPAക്കെതിരാണ്. ആ കരിനിയമം എടുത്തു കളയണമെന്നാണ് CPMൻ്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കേസുകളിൽ UAPA തെറ്റായിട്ട് ഉപയോഗിക്കുന്നതിനെ ഒരു കാരണവശാലും CPIM കൂട്ടുനിൽക്കുകയില്ല. ചില ആക്ഷേപങ്ങൾ ഇത് സംബന്ധിച്ചുണ്ടായപ്പോൾ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കി, മുഖ്യമന്ത്രിയും ഗവൺമെൻറ് നിലപാട് വ്യക്തമാക്കി. ഒരു കാരണവശാലും UAPA ദുരുപയോഗപ്പെടുത്തുകയില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. നേരത്തെ അത്തരത്തിൽ UAPA ചുമത്തിയ കേസുകൾ പുനഃപരിശോധിക്കണമെന്ന് ഗവൺമെൻറ് DGPക്ക് നിർദ്ദേശം കൊടുത്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കേസും നേരത്തെ ചാർജ് ചെയ്യപ്പെട്ട കേസുകൾ തന്നെ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ സംസ്ഥാന പോലീസ് കൈകാര്യം ചെയ്യുന്ന UAPA കേസുകളെല്ലാം പുനഃപരിശോധിച്ച് തീരുമാനമെടുക്കാൻ സംസ്ഥാന പോലീസിന് കഴിയും. CBI ചാർജ് ചെയ്ത കേസുകളിൽ സംസ്ഥാന ഗവൺമെൻറ് മാത്രമായി നിലപാടെടുക്കാൻ കഴിയില്ല. ഈ പ്രശ്നത്തിൽ വ്യക്തമായ നിലപാട് തന്നെയാണ് ഗവൺമെൻറ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ആ പ്രശ്നത്തിൻ്റെ പേരിൽ ഗവൺമെൻറ്റിനെതിരെ നടത്തുന്ന പ്രചരണം വസ്തുതാപരമായിട്ടുള്ളൊരു പ്രചരണമല്ല. വസ്തുതകളെ ശരിയായ നിലയിൽ കാണാതെ നടത്തുന്നൊരു പ്രചരണമാണ് എന്ന കാര്യം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു പ്രശ്നം ഉന്നയിക്കപ്പെട്ടത് വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. വിവരാവകാശ നിയമം സംബന്ധിച്ച് ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിലുള്ള നിലപാടും വ്യക്തമാണ്. വിവരാവകാശ നിയമപ്രകാരം ഭരണ നടപടികൾ കൂടുതൽ സുതാര്യമാക്കുന്നതിന് വിവരാവകാശ നിയമം ഫലപ്രദമായി വിനിയോഗിക്കപ്പെടണമെന്നാണ് സർക്കാരിൻ്റെ നയം. അതിൽ മന്ത്രിസഭാ തീരുമാനങ്ങൾ ജനങ്ങളിൽ എത്തുന്നതിൽ എന്തെങ്കിലും വിലക്ക് ഇവിടെ സർക്കാർ ഏർപ്പെടുത്തിയിട്ടില്ല. മറിച്ച് അവ താമസം വിനാ ജനങ്ങളിൽ എത്തിക്കുന്നതിനുള്ള നടപടികളാണ് LDF സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കൈക്കൊണ്ട തീരുമാനപ്രകാരം മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ ഉത്തരവായി പുറപ്പെടുവിക്കുന്നതിനോടൊപ്പം അത് സർക്കാർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. കൂടാതെ ആ തീരുമാനമെടുക്കുന്നതിനായി മന്ത്രിസഭായോഗത്തിൽ സമർപ്പിച്ച കുറിപ്പ് മന്ത്രിസഭയുടെ തീരുമാനവും പ്രസിദ്ധപ്പെടുത്തണമെന്നാണ് നിർദ്ദേശിക്കുകയും ആ വിധത്തിലാണ് അതിപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്.
ഒരപേക്ഷയുമില്ലാതെ തന്നെ മന്ത്രിസഭാ തീരുമാനവും കുറിപ്പും ഉത്തരവും ഏതൊരാൾക്കും സർക്കാർ വെബ്സൈറ്റിൽ നിന്ന് എടുക്കാനുള്ള സൗകര്യം ഇന്ന് കേരളത്തിനകത്തുണ്ട്. ഇതിനൊരു തർക്കം വന്നത് 1/1/2016 മുതൽ 30/4/2016 വരെയുള്ള മന്ത്രിസഭാ തീരുമാനങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള വിവരാവകാശ അപേക്ഷയിന്മേൽ വിവരാവകാശ കമ്മീഷൻ പുറപ്പെടുവിച്ച ഉത്തരവ്, ആ ഉത്തരവ് വിവരാവകാശ നിയമം 8(1)(I) അനുവദിക്കുന്ന പരിരക്ഷ അതിൽ വ്യക്തത വരുത്തണമെന്നാണ് സർക്കാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വിവരാവകാശ നിയമപ്രകാരം മന്ത്രിസഭാ തീരുമാനങ്ങൾ നൽകുന്നതിന് ഒരു വിധത്തിലും സർക്കാർ തടസ്സം നിന്നിട്ടില്ല. നിയമപ്രകാരം മന്ത്രിസഭാ തീരുമാനങ്ങൾ പൂർണ്ണമാകുമ്പോഴാണ്, അതെങ്ങനെയാണ് പൂർണ്ണത വരുന്നത് എന്നത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ് അതിലൊരു വ്യക്തത വരുത്തേണ്ടത്. നേരത്തെ ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ നിന്നും ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും വിധി ഉണ്ടായിട്ടുണ്ട്. ആ വിധി പ്രകാരം സർക്കാർ ഒരു തീരുമാനം ക്യാബിനറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ക്യാബിനറ്റ് തീരുമാനം ഉത്തരവായി പുറത്തു വന്നു കഴിഞ്ഞാൽ മാത്രമേ രേഖ നൽകേണ്ടതായിട്ടുള്ളൂ എന്നാണ് സുപ്രീം കോടതിയും ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതിയും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഇവിടെ അതിന് കാത്തിരിക്കാതെ ഇവിടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അത് ആർക്ക് വേണമെങ്കിലും എടുക്കാനുള്ള അവകാശം കേരളത്തിലുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു പെറ്റീഷനാണ് ഹൈക്കോടതിയുടെ മുമ്പിലുള്ളത്. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ കൊടുക്കാൻ പാടില്ല, അത് തടയണമെന്നുള്ള യാതൊരു ഉദ്ദേശവും ഗവൺമെൻറ്റിന് ഇല്ല. ഈ കാര്യത്തിൽ എന്തെങ്കിലും കൂടുതൽ വ്യക്തത ഇനി വരുത്തണമെന്നുണ്ടെങ്കിൽ അത് LDF-നകത്ത് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത് മാത്രമാണ്. മന്ത്രിസഭക്കകത്തും ചർച്ച ചെയ്ത് ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമാണ്. അതിൻ്റെ പേരിൽ വാദവിവാദങ്ങൾ ഉണ്ടാക്കേണ്ടുന്ന യാതൊരു ആവശ്യവും ഇല്ല എന്നതാണ് വസ്തുത. മറ്റൊരു പ്രശ്നം ഉന്നയിക്കപ്പെട്ടത് നക്സൽ വർഗീസിൻ്റെ വധവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹൈക്കോടതിയിലൊരു കേസ് നിലനിൽക്കുന്നുണ്ട്. ആ കേസിൽ കൊടുത്ത എഫിഡവിറ്റ് അത് വർഗീസിനെ ഒരു മോശക്കാരനായി ചിത്രീകരിച്ചുകൊണ്ടുള്ള എഫിഡവിറ്റ് കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ആ എഫിഡവിറ്റ് കൊടുത്ത് തെറ്റാണെന്നും അത് തിരുത്തണമെന്നും CPM തന്നെയാണ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുത്തൽ നടപടികൾ ഹൈക്കോടതിയിൽ സ്വീകരിച്ചു വരികയാണ്. അത്തരമൊരു എഫിഡവിറ്റ് നൽകാനിടയായ സാഹചര്യം എന്താണെന്നുള്ളതും പരിശോധിക്കുകയുണ്ടായി. അത് UDF ഗവൺമെൻറ് കാലത്ത് തയ്യാറാക്കി വെച്ച ഒരു എഫിഡവിറ്റാണ്. ഗവൺമെൻറ് മാറിയപ്പോൾ ആ അഭിഭാഷകൻ തന്നെയായിരുന്നു കുറച്ചു കാലം തുടർന്നിരുന്നത്. ഞങ്ങളുടെ പുതിയ അഭിഭാഷകന്മാരെ നിശ്ചയിക്കാൻ കാലതാമസമുണ്ടായി. അതിൻ്റെ ഭാഗമായി വന്ന ഒരു തെറ്റായ നിലപാടാണ് ഹൈക്കോടതിയിൽ കൊടുത്ത എഫിഡവിറ്റിലുള്ളത്. ആ എഫിഡവിറ്റ് തിരുത്തണമെന്ന് തന്നെയാണ് CPM-ന് അക്കാര്യത്തിലുള്ള നിലപാട്. അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും CPI-യും CPM-ഉം തമ്മിലില്ല. അത് രണ്ട് നിലപാടാണ് ഇക്കാര്യത്തിലെന്ന് വരുത്തേണ്ടെന്ന ഒരു സാഹചര്യവും ഇല്ല എന്നതാണ് വസ്തുത. ഇവിടെ ജിഷ്ണുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ജിഷ്ണുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലൊരു സർക്കാർ ആദ്യമായിട്ടാണ് സ്വാശ്രയ മാനേജ്മെൻറ്റുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നത് പിണറായി വിജയൻ സർക്കാരാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്വാശ്രയ മാനേജ്മെൻറ്റിനെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്ന അവസ്ഥ ഇവിടെ ഉണ്ടായത്.
ആ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികളെ പിടികൂടാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും പോലീസിൻ്റെ ഭാഗം നടത്തുകയുണ്ടായി. അതിനിടയിൽ ആ പ്രതികൾ രണ്ടുപേർ ഹൈക്കോടതിയിൽ പോയി പ്രധാനപ്പെട്ട പ്രതികൾ മുൻകൂർ ജാമ്യം നേടി. ആ മുൻകൂർ ജാമ്യം നേടിയതോടുകൂടി ആ കേസ് ദുർബലമാകുന്ന അവസ്ഥയുണ്ടായി. ഉടനെ ആ ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ സംസ്ഥാന ഗവൺമെൻറ് പോയി. സുപ്രീം കോടതിയും ഹൈക്കോടതി എടുത്ത അതേ നിലപാട് തന്നെ സ്വീകരിക്കാനുണ്ടായത്. ഈ കാര്യത്തിൽ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ജിഷ്ണുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് ഗവൺമെൻറ് നില ഉറപ്പിച്ചത്. സാധ്യമാകുന്ന എല്ലാ സഹായവും ആ കുടുംബത്തിന് ചെയ്തു കൊടുക്കണം എന്ന ആത്മാർത്ഥമായ നിലപാടാണ് ഗവൺമെൻറ് ആ പ്രശ്നത്തിൽ സ്വീകരിച്ച സമീപനം. എന്നാൽ ജിഷ്ണുവിൻ്റെ കുടുംബത്തിന് അവരുദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല എന്ന പരാതി ഉണ്ടായി. ആ പരാതി അവർ മുഖ്യമന്ത്രിയുടെ അടുത്ത് തന്നെ പോയി, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ സമർപ്പിച്ചു. അവരുടെ ആക്ഷേപങ്ങൾ പരിശോധിച്ച് തുടർ നടപടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്വീകരിച്ചു വരുന്നതിനിടയിലാണ് DGP ഓഫീസിന് മുമ്പിൽ ഒരു സമരപരിപാടി അരങ്ങേറുന്നത്. ആ DGP ഓഫീസിന് മുമ്പിൽ സമരം നടത്താതെ തന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമായിരുന്നു. മുഖ്യമന്ത്രിയെ കണ്ട ആ കുടുംബത്തിന് എന്തെങ്കിലും ആക്ഷേപങ്ങൾ നിലവിലുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ തന്നെ പെടുത്തി പ്രശ്നം പരിഹരിക്കാൻ കഴിയുമായിരുന്നു. അതിനു പകരം DGP ഓഫീസിൻ്റെ മുമ്പിൽ ഒരു സമരപരിപാടി സംഘടിപ്പിച്ചതോടുകൂടി അതിൻ്റെ ഒരു തലം മാറുകയുണ്ടായി. DGP ഓഫീസിൻ്റെ പരിസരം അതീവ സുരക്ഷാ മേഖലയായി പ്രഖ്യാപിച്ചത് 2002 AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്. അതിനുശേഷം അവിടെ ഓഫീസിൻ്റെ മുമ്പിൽ അങ്ങനെ സമര പരിപാടികൾ സംഘടിപ്പിക്കാൻ പോലീസ് അനുവദിക്കാറില്ല. ഇത്തരത്തിലൊരു DGP ഓഫീസിന് മുമ്പിൽ സമരം ചെയ്യുമ്പോൾ അത് സംബന്ധിച്ച് ഇങ്ങനെ സമരം ചെയ്യാൻ പോകുന്നുണ്ട് എന്നൊരു നോട്ടീസ് ഗവൺമെൻറ് ലഭിക്കുകയും ചെയ്യാത്തതുകൊണ്ട് ഗവൺമെൻറ് അത് സംബന്ധിച്ചൊരു നിലപാടെടുത്ത് പറയേണ്ടുന്ന സാഹചര്യവും ഉണ്ടായില്ല. DGP ഓഫീസിന് മുമ്പിൽ സമരം വരുന്നപ്പോൾ അവർ സ്വാഭാവികമായും എല്ലാവരെയും അവിടെ റിമൂവ് ചെയ്യുക എന്നതാണ് ചെയ്യുന്നത്. ആ നിലയിൽ മഹിജയെയും അവിടെ നിന്ന് റിമൂവ് ചെയ്യുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും ഒരു അതിക്രമം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതായി പുറത്തു വന്ന ദൃശ്യങ്ങളൊന്നും തന്നെ വ്യക്തമല്ല. എന്നാൽ ജിഷ്ണുവിൻ്റെ അമ്മ അത് സംബന്ധിച്ച് പരാതി പറഞ്ഞു, തന്നെ മർദ്ദിച്ചു തുടങ്ങിയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. അവരുടെ ആക്ഷേപം മുഖവിലക്കെടുത്തുകൊണ്ട് അത് സംബന്ധിച്ച് പരിശോധന നടത്താൻ ADGP ക്രൈംസിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ സർക്കാർ ഇപ്പോൾ നിയോഗിച്ചിരിക്കുകയാണ്. പോലീസിൻ്റെ ഭാഗത്ത് നിന്നെങ്കിലും വീഴ്ച അത് കൈകാര്യം ചെയ്തിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ആവശ്യമായ നടപടി സ്വീകരിക്കും എന്ന് മുഖ്യമന്ത്രി തന്നെ ആ കുടുംബത്തിന് ഉറപ്പ് നൽകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രശ്നം തിരുവനന്തപുരത്ത് നടത്തി വരുന്ന അവരുടെ സമരം അവർ നിർത്തിവെച്ചു. അവരാ സമരം നിർത്തിവെച്ച നടപടി സ്വാഗതാർഹമായൊരു നിലപാടാണ്. അവരുടെ ആക്ഷേപങ്ങൾ പരിഗണിച്ചതുകൊണ്ട് തന്നെ സർക്കാർ ഊർജിതമായ നടപടികൾ സ്വീകരിക്കാൻ വിവിധ സ്ക്വാഡുകളെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അയച്ചു, ഒളിവിൽ കഴിയുന്ന പ്രതികളെ പിടികൂടാൻ. അതിൻ്റെ ഭാഗമായാണ് തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിഞ്ഞ ഒരു പ്രതി ശക്തിവേലിനെ പിടികൂടാൻ സാധിച്ചു. പക്ഷേ കോടതി എടുത്ത സമീപനം എന്താ? ശക്തിവേലിന് കോടതി ജാമ്യം കൊടുത്തു. ഇവരെ അറസ്റ്റ് ചെയ്യേണ്ടുന്ന കാരണം എന്തായിരുന്നു എന്ന് ചോദിക്കുന്ന സ്ഥിതിയുണ്ടായി. ബാക്കിയുള്ള ആളുകൾക്കും മുൻകൂർ ജാമ്യം കൊടുക്കുന്ന സമീപനമാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. ഹൈക്കോടതി ഇത്തരം ഒരു സമീപനം സ്വീകരിച്ചത് എന്തുകൊണ്ടാണെന്നുള്ളത് വ്യക്തമാകുന്നില്ല. അത് ഹൈക്കോടതി തന്നെയാണ് അതിനെ സംബന്ധിച്ചൊരു പുനഃപരിശോധന നടത്തേണ്ടത്.
ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ ഇങ്ങനെ ഒരു നിലപാടാണോ സ്വീകരിക്കേണ്ടത്? എന്തുകൊണ്ട് ഹൈക്കോടതി ഇങ്ങനൊരു നിലപാട് ഈ പ്രശ്നത്തിൽ സ്വീകരിച്ചു? അതിൽ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുന്നത് ശരിയായ നിലപാടല്ല. ജാമ്യം കൊടുത്തത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതി ജാമ്യം കൊടുത്തതിൻ്റെ പേരിൽ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുന്ന സമീപനം എടുക്കുന്നത് അത് വസ്തുതകൾ ശരിയായ നിലയിൽ മനസ്സിലാക്കാതെയുള്ള ഒരു വിമർശനമാണ്. ഇത് വന്നപ്പോൾ വളയം ഒരു സമരകേന്ദ്രമാക്കി മാറ്റി. UDFും BJPയും ഒരു സമരപരിപാടി വളയത്ത് ആരംഭിച്ചു. വളയത്തവർ BJP UDFും പ്രഖ്യാപിച്ചത് കേരളത്തിലെ നന്ദിഗ്രാമമായിരിക്കും വളയം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവിടെ സമരപരിപാടികൾ ആസൂത്രണം ചെയ്തത്. പക്ഷേ ശക്തിവേലനെ അറസ്റ്റ് ചെയ്തപ്പോൾ വളയത്ത് ജിഷ്ണുവിൻ്റെ വീട്ടിന് മുമ്പിൽ തന്നെ വലിയ ഒരു പ്രകടനം വളയം ടൗണിലേക്ക് വന്നു. ഈ വളയം നന്ദിഗ്രാമാക്കാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമാണ് വളയത്തെ ജനങ്ങൾ മുന്നോട്ട് വെച്ചത്. എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന ചില മാധ്യമങ്ങൾ ഈ വാർത്ത മൂടി വെച്ചു. വളയത്തെ ഒരു കേരളത്തിൽ നന്ദിഗ്രാമാക്കാൻ കഴിയുമോ എന്ന പരീക്ഷണമായിരുന്നു ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നത്. പക്ഷേ അങ്ങനെയൊന്നും ഈ വളയം നന്ദിഗ്രാമാക്കാൻ കഴിയില്ല എന്ന് വളയത്തെ ജനങ്ങൾ തന്നെ പ്രഖ്യാപിക്കുന്ന അവസ്ഥയുണ്ടായി. ഇത്തരം പ്രശ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ സമരം നടത്താൻ പുറപ്പെട്ടാൽ അതിനെ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് വളയത്ത് നടത്തിയിട്ടുള്ള ജനങ്ങളുടെ ഇടപെടൽ തന്നെ വ്യക്തമാക്കപ്പെടില്ല. അതുകൊണ്ട് ശത്രുക്കൾ നടത്തുന്ന പ്രചരണം അതിൽ നമ്മൾ കിണിയാൻ പാടില്ല. വസ്തുതകൾ പരിശോധിച്ചുകൊണ്ട് നിലപാടെടുക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. മൂന്നാർ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒഴിപ്പിക്കൽ പ്രശ്നം, ഇടുക്കി ജില്ലയിൽ വർഷങ്ങളായി കുടിയേറി പാർക്കുന്ന കുടിയേറ്റ ജനങ്ങളുണ്ട്. അത് 1977 മുമ്പ് 1/1/77 മുമ്പ് താമസിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ ഉപാധിരഹിത പട്ടയം കൊടുക്കണം എന്താണ് CPM സ്വീകരിച്ച നിലപാട്. ഇതേ നിലപാട് തന്നെയാണ് LDF സ്വീകരിച്ചിരിക്കുന്ന സമീപനം. ഗവൺമെൻറ്റും ഇതാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇത് UDF ഗവൺമെൻറ് കാലത്തും സ്വീകരിച്ച സമീപനമാണ്. പക്ഷേ ആയിരക്കണക്കിന് കൃഷിക്കാർ പട്ടയം കിട്ടാതെ വിഷമിക്കുകയാണ് ഇടുക്കി. ആ കൃഷിക്കാർക്ക് ഉടനെ പട്ടയം കൊടുക്കുന്നതിലാണ് മുൻഗണന കൊടുക്കേണ്ടത്. ഒരു വർഷം കൊണ്ട് പട്ടയ വിതരണം പൂർത്തീകരിക്കണം എന്നാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ആ നടപടി പൂർത്തിയാകുന്നതിന് മുമ്പ് പല ആളുകളുടെയും ഭൂമി സംബന്ധിച്ചുള്ള തർക്കങ്ങൾ അവിടെ ഉയർന്നു വരുന്നുണ്ട്. ആ പ്രശ്നത്തിൽ ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ അവിടുത്തെ MPമാരെയും MLAമാരെയും ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ച് സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലപാട് അനധികൃതമായിട്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനവും അവിടെ അനുവദിക്കാൻ പാടില്ല. യാതൊരുവിധ കയ്യേറ്റവും മൂന്നാറിൽ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത്തരം കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ശക്തമായ നടപടി ഗവൺമെൻറ് സ്വീകരിക്കണം. അങ്ങനെ ഒഴിപ്പിക്കൽ തടയുന്നതിനും ഒഴിപ്പിക്കാൻ ആരെങ്കിലും ഗവൺമെൻറ് അധികൃതന്മാർ പുറപ്പെടുമ്പോൾ അത് തടയുക എന്നുള്ളൊരു സമീപനം അതുണ്ടാകാൻ പാടില്ല. ഇവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള പ്രശ്നം, അവിടെ മൂന്നാറിൽ ഒരു മുമ്പത്തെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു സ്ഥലം കൈവശം വെച്ച് വരുന്നുണ്ടായിരുന്നു. ആ കൈവശം വെച്ച് വരുന്ന സ്ഥലത്ത് മുമ്പത്തെ സർക്കാർ ഉദ്യോഗസ്ഥൻ അവിടെ ഒരു ചെറിയൊരു ഷെഡ് കെട്ടിവെച്ചിരുന്നു. ആ ഉദ്യോഗസ്ഥൻ താമസിക്കുന്നതിന് വേണ്ടി അവിടെ ഒരു വീട് നിർമ്മാണത്തിന് വേണ്ടി ഒരു പുതിയ ഷെഡ് കെട്ടി നിർമ്മാണ പ്രവർത്തനത്തിൽ തുടക്കം കുറിച്ചു. ആ നിർമ്മാണ പ്രവർത്തനം തടയാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ സബ് കളക്ടർ ദേവികുളത്തേക്ക് പോയത്. ആ നിർമ്മാണ പ്രവർത്തനം അനധികൃതമായ നിർമ്മാണ പ്രവർത്തനമാണ്. അത് അനുവദിക്കാൻ പാടില്ലാത്തത് തന്നെയാണ്. പക്ഷേ അവിടെ
ഈ ഉദ്യോഗസ്ഥനെ തടയാൻ വേണ്ടി പ്രാദേശികമായ ചില ആളുകൾ സബ് കളക്ടറെയും മറ്റും തടയാൻ വേണ്ടി അവിടെ ശ്രമിക്കുന്ന സ്ഥിതിയുണ്ടായി. ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഉടനെ CPMൻ്റെ നേതൃത്വം, അവിടുത്തെ ജില്ലാ നേതൃത്വം ഇടപെട്ടു. അങ്ങനെ അനധികൃതമായ ഒരു നിർമ്മാണം അത് തടയുന്നതിനെ നമ്മളൊരിക്കലും ഉദ്യോഗസ്ഥനെ തടയാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ കെട്ടിയവരോട് തന്നെ പറഞ്ഞു, MLAയും മറ്റും പറഞ്ഞു അത് പൊളിച്ചു മാറ്റണം. അങ്ങനെ ആ നിർമ്മാണ പ്രവർത്തനം ഷെഡ് കെട്ടിയത് പൊളിച്ചു മാറ്റാൻ CPM തന്നെ സഹായിക്കുകയാണ് ഇവിടെ ഉണ്ടായത്. പക്ഷെ പ്രചരിപ്പിച്ചത് CPM ഈ കയ്യേറ്റത്തിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്നു എന്ന വിധത്തിലാണ് ആ പ്രചരണം പുറത്തു വന്നത്. അത് വസ്തുതാപരമായി ശരിയായിരുന്നില്ല. എന്താണ് നടന്നത് എന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ തരത്തിലാണ് അവിടെ പിന്നീട് സംഭവങ്ങളുണ്ടായത്. പക്ഷേ സബ് കളക്ടർ അവിടെ പോയപ്പോൾ പോലീസിനെ അറിയിച്ചുകൊണ്ടായിരുന്നില്ല പോയത്. ഇതുപോലുള്ള നടപടികളിലേക്ക് സബ് കളക്ടർ പോകുമ്പോൾ പോലീസിനെ ഔദ്യോഗികമായി അറിയിച്ച് പോലീസിനെ കൂടെ കൊണ്ടുപോവുകയാണ് വേണ്ടത്. എന്നാൽ അവിടെ ഇപ്പോൾ ഒരു ഭൂസംരക്ഷണ സേന പ്രവർത്തിക്കുന്നുണ്ട്. മുമ്പ് LDF ഉണ്ടായിരുന്ന കാലത്ത്, VS ഉണ്ടായിരുന്ന കാലത്ത് ഒരു സംരക്ഷണ സേന ഇവിടെ ഉണ്ടായിരുന്നു. ആ സംരക്ഷണ സേനയിൽ ഇപ്പോൾ കുറച്ച് ആളുകളെ ബാക്കിയുള്ളൂ. അത് ഔദ്യോഗികമായി ഗവൺമെൻറ് രൂപീകരിച്ച ഒരു സേനയാണ്. അതിൽ 15 പേരോ മറ്റേ ഇപ്പോൾ ഉള്ളൂ. എന്നാൽ അതുകൂടാതെ ഇപ്പോൾ അവിടെ കുറേ എക്സ് മിലിറ്ററിക്കാരെ ചേർത്ത് ഒരു സംരക്ഷണ സേന ഉണ്ടാക്കിയതായിട്ടാണ് അറിയുന്നത്. ആ സംരക്ഷണ സേനയും കൊണ്ടാണ് ഈ സബ് കളക്ടർ അവിടെ പോയത്. അവരുമായിട്ടാണ് അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ സംഘർഷം ഏർപ്പെടുന്ന അവസ്ഥയുണ്ടായത്. അത് നിയമാനുസൃതമായി തന്നെ ഒഴിപ്പിക്കൽ നടപടി സ്വീകരിക്കുകയാണ് അവിടെ വേണ്ടത്. സബ് കളക്ടർ ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ പോലീസിനെ മുൻകൂട്ടി അറിയിച്ച് പോലീസ് പാർട്ടിയോട് കൂടി പോയി ഇടപെട്ടാൽ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളെല്ലാം ഒഴിവാക്കാൻ സാധിക്കും. ആ തരത്തിലായിരിക്കണം അവിടുത്തെ തുടർ നടപടി സ്വീകരിക്കേണ്ടത്. ഒരു തരത്തിലും കയ്യേറ്റത്തെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അനധികൃതമായിട്ടുള്ള നിർമ്മാണവും അനുവദിക്കാൻ പാടില്ല. എന്നാൽ അവിടെ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളിൽ മുഖ്യമന്ത്രി തന്നെ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. റവന്യൂ മന്ത്രിയും കൂടി പങ്കെടുത്തൊരു നിലപാടെടുത്തിട്ടുണ്ട്. അംഗീകൃതമായി കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി വരുന്ന അപേക്ഷ, അത്തരം അപേക്ഷകൾ പരിശോധിച്ചുകൊണ്ട് അനുമതി കൊടുക്കണം. അങ്ങനെ അനുമതി കൊടുക്കുമ്പോൾ ഇപ്പോൾ ഒന്നിനും അനുമതി കൊടുക്കാത്ത സമീപനമാണ് എടുക്കുന്നത്. പഞ്ചായത്ത് ലൈസൻസ് കൊടുത്താലും റവന്യൂവിൻ്റെ അനുമതി ഇല്ലെങ്കിൽ അവിടെ കെട്ടിടം നിർമ്മിക്കാൻ ഇപ്പോൾ പറ്റില്ല. അപ്പം അത് ഒരുപാട് അപേക്ഷ സബ് കളക്ടർ മുമ്പിൽ കെട്ടിക്കിടക്കുകയാണ്. അത് വികേന്ദ്രീകരിച്ച് ഉദ്യോഗസ്ഥന്മാർക്ക് വികേന്ദ്രീകരിച്ച് കൊടുത്ത് കെട്ടിട നിർമ്മാണത്തിനുള്ള അപേക്ഷകളെല്ലാം തന്നെ വേഗം തീർപ്പ് കൽപ്പിക്കണം. അല്ലെങ്കിൽ ഈ സ്ഥിതി അവിടെ തുടരുകയാണ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനം, അവിടെ തോന്നുന്നത് പോലെ മൂന്നാറിൽ കെട്ടിടം ഉണ്ടാക്കാൻ അനുവദിക്കാൻ പാടില്ല. പരിസ്ഥിതിക്കിണങ്ങുന്ന വിധത്തിലുള്ള കെട്ടിടം മാത്രമേ മൂന്നാറിൽ അനുവദിക്കാൻ പാടുള്ളൂ. റെസ്പോൺസിബിൾ ടൂറിസം അടിസ്ഥാനമാക്കിയിട്ടുള്ള ടൂറിസം പദ്ധതികളായിരിക്കണം മൂന്നാറിൽ ആവിഷ്കരിക്കേണ്ടത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മൂന്നാറിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രത്യേകം ഒരു നിയമനിർമ്മാണത്തെക്കുറിച്ച് ഗവൺമെൻറ് ആലോചിക്കണം. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ യാതൊരു അഭിപ്രായ വ്യത്യാസവും മുന്നണിക്കകത്തില്ല. യോജിച്ച നിലപാടാണ് മുന്നണിക്കകത്തുള്ളത്. എന്നാൽ വ്യത്യസ്തതയാണെന്ന് ഒരു ചിത്രീകരണം ഉണ്ടാക്കുന്നത് അത് മുന്നണിയുടെ പ്രതിച്ഛായ അത് തകർക്കുകയാണ് ചെയ്യുക. വ്യക്തമായിട്ട് മൂന്നാർ കാര്യത്തിൽ LDF എടുത്ത തീരുമാനവും ഗവൺമെൻറ് എടുത്ത തീരുമാനവും നടപ്പാക്കുകയാണ് വേണ്ടത്. അതിന് വിരുദ്ധമായി ആരെങ്കിലും അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുന്നവരെ യോജിച്ച് ആ പ്രശ്നത്തിൽ ഇടപെടാൻ LDFന് സാധിക്കുന്നത് മാത്രമേ ഉള്ളൂ. വ്യത്യസ്ത നിലപാട് ആ കാര്യത്തിൽ പ്രകടിപ്പിക്കേണ്ടെന്ന യാതൊരു പ്രശ്നവും ഇപ്പോൾ ഇല്ല എന്നതാണ് വസ്തുത. ഇത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങളെല്ലാം വ്യത്യസ്തമായ ചില നിലപാടുകൾ ഭരണകാര്യത്തെക്കുറിച്ചുണ്ടെങ്കിൽ അത് LDFനകത്ത് ചർച്ച ചെയ്യാം.
CPI CPM എന്നുള്ള നിലയിൽ ഉഭയകക്ഷി ചർച്ച നടത്താം. അങ്ങനെയുള്ള ചർച്ചകൾ നടത്തുന്നത് വഴി ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുകയാണ് വേണ്ടത്. ഇപ്പോൾ CPIക്ക് ഭരണത്തിൽ പങ്കെടുത്തതിൻ്റെ വലിയ അനുഭവ സമ്പത്ത് ഞങ്ങളെക്കാൾ കൂടുതൽ CPIക്ക് കേരളത്തിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ ഈ 50 വർഷമായി കേരളത്തിൽ 1967 ശേഷമാണ് LDF പിന്നെ UDF എന്നുള്ള സംവിധാനമൊക്കെ ഇവിടെ വന്നത്. അപ്പോൾ 67 മുതലേ വിവിധ സന്ദർഭങ്ങളിൽ CPIയും ഭരണത്തിലുണ്ട്, ഞങ്ങളും ഭരണത്തിലുണ്ട്. ഞങ്ങളെക്കാൾ കൂടുതൽ 10 വർഷം അധികാരത്തിലിരുന്ന അനുഭവം CPIക്കുണ്ട്. CPIയുടെ മുന്നണിയിൽ പ്രവർത്തിച്ച അനുഭവവും UDF മുന്നണിയിൽ പ്രവർത്തിച്ച അനുഭവവും CPIക്കുണ്ട്. ഇപ്പോൾ 2 മുന്നണിയിൽ പ്രവർത്തിച്ച അനുഭവമുള്ള ഒരു പാർട്ടിയാണ് CPI. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഭരണകാര്യങ്ങളിൽ എന്തെങ്കിലും അപാകതകൾ അവർക്ക് ഉണ്ടെങ്കിൽ അത് CPMൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താവുന്നതും അത് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നതുമായ സമീപനമാണ്. CPI ഉദ്ദേശിക്കുന്നത് ഇടതുപക്ഷ മുന്നണി ശക്തിപ്പെടണമെന്നാണ്. ഇടതുപക്ഷ മുന്നണി ശക്തിപ്പെടണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ചില അഭിപ്രായങ്ങൾ അവർ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇടതുപക്ഷ മുന്നണി ശക്തിപ്പെടണമെന്നുള്ള അവരുടെ അഭിപ്രായം അത് സ്വാഗതാർഹമായ നിലപാട് തന്നെയാണ് CPI ഈ പരിഷത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് CPM ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷ മുന്നണി ശക്തിപ്പെടണമെന്നുള്ളതാണ്. ആ മുന്നണി ശക്തിപ്പെടുന്നതിന് വേണ്ടി യോജിച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ 2 പാർട്ടികളും കൂടി ഒന്നിച്ച് തീരുമാനിച്ച് മുന്നോട്ട് പോകണം. ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ദുർബലപ്പെടുത്തുന്ന ഒരു നിലപാടും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. ഇത് ശത്രുക്കൾക്ക് അവസരം ചെയ്തു കൊടുക്കുന്ന പ്രസ്താവനകൾ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ CPMൻ്റെ ചില നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നും പ്രതികരണം വന്നിട്ടുണ്ട്, CPIയുടെ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നും പ്രതികരണം വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രതികരണങ്ങളും എതിരഭിപ്രായങ്ങളും പ്രകടിപ്പിച്ചു പോകുന്നത് അത് മുന്നണിയുടെ കെട്ടുറപ്പിനെ പ്രതികൂലമായി ബാധിക്കും. മുന്നണിയുടെ കെട്ടുറപ്പ് ശക്തിപ്പെടുത്താൻ സഹായകമായ വിധത്തിലുള്ള ചർച്ച, ക്രിയാത്മകമായ ചർച്ച അതെന്നും പ്രോത്സാഹിക്കപ്പെടുന്നതാണ്. ശത്രുവർഗത്തിന് ഒരവസരം കിട്ടുമെന്നുള്ള നിലയിലുള്ള ഒരു ഇതും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ഈ കാര്യത്തിൽ CPMൻ്റെ നിലപാട്. ഇപ്പോൾ തന്നെ ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ തന്നെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ചർച്ച വരുന്നു എന്നുള്ളത് കൊണ്ട് ആ സ്ഥിതിയൊന്നും കേരളത്തിലുണ്ടാകാൻ പോകുന്നില്ല. അതിലാരും മനപ്പായസം കൊണ്ടേണ്ട കാര്യമില്ല എന്ന് പ്രതിപക്ഷ നേതാവിനോട് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കാറുള്ളത്. രമൺ ശ്രീവാസ്തവ കേരളത്തിലെ റിട്ടയർ ചെയ്തൊരു DGP ആണ്. അദ്ദേഹം DGP സ്ഥാനത്ത് LDF ഗവൺമെൻറ് കാലത്ത് അദ്ദേഹം DGP ആയിരുന്നു. ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം DGP ആണ്. അദ്ദേഹം DGP ആയി നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ ഹോമിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രമോഷൻ കിട്ടിയപ്പോൾ അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹം BSFൻ്റെ ഡയറക്ടറായി ദേശീയ തലത്തിൽ അദ്ദേഹത്തിന് ഒരു ഉയർന്ന സ്ഥാനമാണ് പിന്നീട് കിട്ടിയത്. ഈ പറയുന്ന സംഭവമെല്ലാം LDF ഗവൺമെൻറ് അദ്ദേഹത്തെ DGP ആക്കുന്നതിന് മുമ്പുണ്ടായ സംഭവങ്ങളാണ്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളൊക്കെ ആ സംഭവങ്ങളെല്ലാം അദ്ദേഹം പൂർണ്ണമായിട്ട് കുറ്റവിമുക്തി നേടുകയും ചെയ്തൊരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ആ പ്രശ്നത്തിലൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു നടപടിയും സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ആ സംഭവങ്ങളെല്ലാം ഉണ്ടായി എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ LDF ഗവൺമെൻറ് കാലത്ത് അദ്ദേഹത്തെ DGP ആയിട്ട് വെച്ചിരുന്നത്. ഇന്നത്തെ സ്ഥിതിയിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായി പ്രവർത്തിക്കാൻ നന്നായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് മുഖ്യമന്ത്രി
അദ്ദേഹത്തെ ഉപദേഷ്ടാവായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ആ നിയമനത്തിനകത്ത് യാതൊരുവിധ അപാകതയുമില്ല. പഴയ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ച് പരിശോധിച്ചാൽ ഒരാളെയും ഒരു സ്ഥാനത്തേക്ക് നമുക്ക് നിശ്ചയിക്കാൻ കഴിയാതെ പോകും. ഇപ്പോൾ മുൻകാലത്ത് UDF ഭരണകാലത്ത് വിവിധ തസ്തികയിൽ ഇരുന്നവർ തന്നെയാണ് LDFൻ്റെ കാലത്തും മർമ്മപ്രധാനമായ സ്ഥാനങ്ങൾ നിശ്ചയിക്കേണ്ടി വരുന്നത്. ഒരു ഗവൺമെൻറ് മാറുമ്പോൾ ഒറ്റയടിക്ക് ഉദ്യോഗസ്ഥന്മാരെ ആകെ മാറ്റാൻ നമുക്ക് സാധ്യമല്ല. അങ്ങനെയുള്ള തിരഞ്ഞെടുക്കത്തക്ക വിധത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണവും കുറവാണ്. ആ സാഹചര്യത്തിൽ ആ വിമർശനത്തിന് യാതൊരുവിധ അടിസ്ഥാനവുമില്ല എന്നതാണ് വസ്തുത. അദ്ദേഹം അങ്ങനെയുള്ള ഏതെങ്കിലും പ്രത്യേക സ്ഥാനം വഹിക്കുന്നുണ്ടെങ്കിൽ ഇതിന് തടസ്സമായിട്ടുള്ളതാണെങ്കിൽ അദ്ദേഹം ഒഴിവാക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ അദ്ദേഹത്തിന് നിയമനം കൊടുത്തിട്ടല്ലേ ഉള്ളൂ. കാനം അത് പരസ്യമായിട്ട് പറഞ്ഞതാണല്ലോ. അത് സംബന്ധിച്ച് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കേന്ദ്രതലത്തിൽ ചർച്ച വേണമെന്നാണെന്നുകൊണ്ട് പ്രകാശ് കാരാട്ട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അദ്ദേഹം CPIയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയോട് പറഞ്ഞ് CPMൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയും കൂടി ചേർന്ന് ദേശീയ തലത്തിലൊരു ചർച്ച ഡൽഹിയിൽ നടക്കട്ടെ. ഇവിടെ ഞങ്ങൾ തമ്മിൽ എപ്പോഴും ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഇപ്പോൾ കാനത്തിനും CPIയുടെ നേതാക്കന്മാരും ചർച്ചയ്ക്ക് സന്നദ്ധമാകുന്ന ഏത് ദിവസവും ഞങ്ങളവരുമായി ചർച്ച ചെയ്യാൻ സന്നദ്ധമാണ്. യാതൊരു ചർച്ചയുമില്ല, പിന്നെ അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ള വികാരപ്രകടനമൊന്നും CPMൻ്റെ ഭാഗത്തുനിന്നില്ല. അവർ ഞങ്ങൾ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളാണ്, ഞങ്ങളുടെ സഹോദര പാർട്ടിയാണ്. അപ്പോൾ ആ നിലയിലാണ് CPIയെ ഞങ്ങൾ എല്ലാ കാലത്തിനും പരിഗണിക്കുന്നത്. ഒരു ഗവൺമെൻറ് പ്രവർത്തിക്കുമ്പോൾ ഗവൺമെൻറ് പ്രവർത്തനത്തിൽ നേട്ടങ്ങളുണ്ടാവും. ആ നേട്ടങ്ങൾ എല്ലാവർക്കും അവകാശപ്പെടാം. ചില പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടാവും. ആ വീഴ്ചയുണ്ടാകുമ്പോൾ ആ വീഴ്ച ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് മുന്നണിക്ക് ഗുണകരമാണോ, ഗവൺമെൻറ്റിന് നല്ലതാണോ എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ നിലപാടെടുക്കേണ്ടത്. മുമ്പ് കാലത്ത് ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടായപ്പോൾ പിന്നീടുണ്ടായ അതിൻ്റെ പരിണതഫലം എന്തായിരുന്നു എന്നുള്ളതും കൂടി നമ്മുടെ രണ്ട് പാർട്ടികളും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതായിരുന്നു. അപ്പോൾ കഴിഞ്ഞകാല അനുഭവങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് രണ്ട് പാർട്ടികൾ തമ്മിൽ ദൃഢമായ ബന്ധം അതുതന്നെയാണ് CPM ആഗ്രഹിക്കുന്നത്. അതിന് തടസ്സമുള്ള ഒരു സംഭവവും ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സ്ഥിതി കേരളത്തിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ കരുതുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അവരുടെ ചില അഭിപ്രായ പ്രകടനം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ആ അഭിപ്രായ പ്രകടനങ്ങൾ അവർക്ക് പാർട്ടി തലത്തിൽ പരസ്പരം ചർച്ച ചെയ്യാം, ഉഭയകക്ഷി ചർച്ച നടത്താം, മുന്നണിയിലും ചർച്ച ചെയ്യാം. ഞങ്ങൾക്കതിൽ യാതൊരുവിധ വ്യത്യസ്ത നിലപാടുമില്ല. കുടുംബം നടത്തി വന്ന സമരം രമ്യമായി പരിഹരിച്ചെടുത്തിട്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മഹിജ എന്തിനാ സമരം നടത്തിയത്? ആ ഒരു ചോദ്യമല്ലേ ഇത്രയും പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്? ഇല്ല, മഹിജ സമരം നടത്തേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. സമരം നടത്താതെ തന്നെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമായിരുന്നു. അവർ DGPയുടെ മുമ്പിലേക്ക് പോകുന്നതിന് പകരം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് സംസാരിച്ചതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയോട് തന്നെ അവർ കണ്ട് പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. അതിനു പകരം ഈ സമരരംഗത്തേക്ക് പോയതാണ് ഈ സ്ഥിതിഗതികൾ മറ്റൊരു തരത്തിലേക്ക് മാറിയത്. അത് ഒഴിവാക്കേണ്ടതായിരുന്നു. അങ്ങനെ ചെയ്തിട്ട് എന്ത് നേട്ടമുണ്ടായി? സമരം ചെയ്തിട്ടില്ലെങ്കിലും ഇതേ നേട്ടമുണ്ടാകുമായിരുന്നില്ലേ? അതാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. പക്ഷേ ആ വാക്ക്, ആ പറഞ്ഞ വാക്കിനകത്ത് അതാണ് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കുന്നത്. മറ്റ് കലാപങ്ങളിലേക്ക് പോയത്. എന്ത് കലാപം? ഒരു കലാപവും ഇല്ല. ഇത് കലാപാക്കി നിങ്ങൾ മാറ്റാതിരുന്നാൽ മതി. ഞങ്ങളൊരു കലാപവും ഇല്ല. അല്ല, അതൊക്കെ നിങ്ങൾ ദുർവ്യാഖ്യാനിക്കുന്നതാണ്. അത് ചില ആളുകൾ നടത്തിയ പ്രസ്താവനയെക്കുറിച്ച് ചോദിച്ചതാണ്. CPIൻ്റെ ആൾക്കാരെ പറ്റി മാത്രമല്ല, മറ്റു ചില ആളുകളെ പേരും ആ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു, മാധ്യമ പ്രവർത്തകന്മാർ. അതിനാണ് പ്രകാശ് കാരാട്ട് പറഞ്ഞത് അവരെല്ലാം പ്രതിപക്ഷത്തുള്ളവരല്ല, ഭരണപക്ഷത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞത്. അതെല്ലാവരും ഓർക്കുന്നതാണ്. നമ്മളെല്ലാവരും ഭരണപക്ഷത്തിൻ്റെ ഭാഗമാണ്. ആ ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തെ ശക്തിപ്പെടുന്ന വിധത്തിലായിരിക്കണം നമ്മൾ ഏത് അഭിപ്രായവും പ്രകടിപ്പിക്കേണ്ടത്. അതാണ് പ്രകാശ് കാരാട്ട് ഉദ്ദേശിച്ചത്. ഇതിനേക്കാൾ വലിയ തർക്കങ്ങളൊക്കെ മുമ്പുണ്ടായിട്ടുണ്ട്. നിങ്ങൾ ചരിത്രം മുഴുവൻ നോക്കാത്തതുകൊണ്ടാണ്. ആ പാർലമെൻറ്റ് ഇലക്ഷനിൽ 2009
ഓർമ്മയുണ്ടോ? CPIയുടെ സെക്രട്ടറി, CPMൻ്റെ സെക്രട്ടറി അന്ന് വെളിയം ഭാർഗവനായിരുന്നു. അത് അന്ന് എല്ലാവരും തീരുമാനിച്ചില്ലേ ഈ മുന്നണി പോകും. അങ്ങനെ ചില സന്ദർഭങ്ങളിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അത് വെച്ചിട്ട് നിങ്ങൾ വലിയ മനപ്പായസം ഉണ്ടണ്ട. അതിനുള്ള സാധ്യത കേരളത്തിലില്ല. അല്ല, അത് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനിക്കുന്ന ആരും ആർക്ക് വഴങ്ങലല്ല. ഈ പാർട്ടി എല്ലാ പാർട്ടികൾക്കും തുല്യമായ പരിഗണന കൊടുത്ത് പ്രവർത്തിക്കുന്നൊരു മുന്നണിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വഴങ്ങലൊന്നും ഈ മുന്നണിയിലില്ല. പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിക്കലാണ്. അതിന് നിങ്ങൾ വഴങ്ങൽ എന്ന് വ്യാഖ്യാനിക്കുന്നതാണ്. പക്ഷേ അന്ന് പൊന്നാനി ലോക്സഭാ സീറ്റിലേക്ക് CPM സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതിനെതിരെയായിരുന്നു താങ്കൾ സൂചിപ്പിച്ച പ്രയാസമുണ്ടായത്. പക്ഷേ പകരം അവർക്കൊരു സീറ്റ് കൊടുത്തു എന്നുള്ളത് ആ മുന്നണി എടുത്ത ശരിയായ തീരുമാനം തന്നെയാണ്. അതാർക്കും വഴങ്ങിയിട്ടെടുത്ത തീരുമാനമൊന്നുമല്ല. അവർക്ക് പകരം ഒരു സീറ്റ് വേണമെന്ന് പറഞ്ഞു, ആ സീറ്റ് കൊടുത്തു. 4 സീറ്റ് വേണമെന്നുള്ള തർക്കമായിരുന്നു. ആ 4 സീറ്റ് ഒന്ന് പൊന്നാനി എന്നുള്ള നിലയിൽ കണ്ട ഒരു സ്വതന്ത്രൻ എന്നുള്ള നിലയിൽ അതവർക്ക് യോജിച്ചില്ല. അതിന് ഞങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം കണ്ടു. അത് ഇതിനേക്കാൾ വലിയ പ്രശ്നമായിരുന്നില്ല അത്. ഇതിപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഇവിടെ ഇല്ല. ചില നിലപാടുകൾ സംബന്ധിച്ചുള്ള പരസ്യ വാദപ്രതിവാദം വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് സംബന്ധിച്ച് ഇപ്പം തന്നെ എന്തോ പ്രശ്നം വന്നു എന്നുള്ള നിലയിലേക്ക് പോകേണ്ടതില്ല. അതേ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ഈ പ്രശ്നത്തിനെല്ലാം നിലപാടുണ്ട്. ആ നിലപാട് വ്യക്തമാക്കേണ്ടതായിട്ടുമുണ്ട്. അതാണ് ഞാനിപ്പോൾ ഓരോ കാര്യത്തിനും CPMൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. അത് ഓരോരുത്തർ ഓരോ കാര്യങ്ങളെ എങ്ങനെയാണ് സമീപിക്കുന്നതിനെ ആശ്രയിച്ചിട്ടാണ്. അപ്പം അദ്ദേഹം ഒരു ട്രേഡ് യൂണിയൻ നേതാവായതുകൊണ്ട് അങ്ങനെ ഒരു പ്രതികരണം നടത്തിയതായിരിക്കാം. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ഭാഷയൊന്നും മുഖ്യമന്ത്രിക്കില്ല, മുഖ്യമന്ത്രിക്കുമില്ല, ഗവൺമെൻറ്റിനുമില്ല. ഈ ഗവൺമെൻറ് തൊഴിലാളി വർഗ സമീപനം സ്വീകരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് മുതലാളിയുടെ ഭാഷയൊന്നും CPMനോ ഗവൺമെൻറ്റിനോ ഇല്ല. സമൂഹ മാധ്യമങ്ങളിലൊക്കെ CPM പ്രവർത്തകർ പങ്കുവയ്ക്കുന്ന ഒരു വികാരം CPIക്ക് വലിയ സ്വാധീനമില്ലാത്തൊരു പാർട്ടിയാണ്, പക്ഷേ CPMന് പലപ്പോഴും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നു. അത്തരത്തിലുള്ള അവർക്ക് മുന്നണി വിട്ടുപോകാവുന്ന തരത്തിലേക്കാണ് CPMന്റെ പ്രവർത്തകരുടെ ഒരു വികാരം വരുന്നത്. പാർട്ടി നേതൃത്വത്തിന് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? CPMന്റെ തണലിൽ വാങ്ങുന്ന സീറ്റുകളും അല്ലെങ്കിൽ അസംബ്ലി പാർലമെന്റ് സീറ്റുകളും ചെയ്യുന്ന പാർട്ടിയായിട്ട് അങ്ങനെ ഒരു ധാരണയുണ്ടോ? CPMന്റെ ആളുകളെന്ന് പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പല അഭിപ്രായങ്ങളും ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ടാകാം. പാർട്ടിക്കാരാണെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലും പാർട്ടി നിലപാടാണ് പ്രകടിപ്പിക്കേണ്ടത്. സമൂഹ മാധ്യമങ്ങളിൽ ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലും അഭിപ്രായം പ്രകടിപ്പിക്കുന്നത് പാർട്ടിയുടെ അഭിപ്രായമല്ല. സമൂഹ മാധ്യമങ്ങളിലായാലും പാർട്ടി സഖാക്കൾ പാർട്ടി നിലപാട് പ്രകടിപ്പിക്കണം. ബാക്കി ആരുടെ നിലപാടായാലും അത് സ്വന്തം നിലപാടായിരിക്കും. പാർട്ടി മെമ്പർമാരാണെങ്കിൽ പാർട്ടി നിലപാട് പ്രകടിപ്പിക്കണം. അല്ല, അത് CPMൻ്റെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും CPIയുടെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയുള്ള പല പദപ്രയോഗങ്ങളുമുണ്ട്. അത്തരം കുത്തുവാക്കുകളും ആക്ഷേപഹാസ്യങ്ങളും ഒഴിവാക്കേണ്ടതാണ്. ശരി. മുന്നണി യോഗങ്ങൾ ഇടയ്ക്കിടെ ചേരുന്നുണ്ട്. അത്തരം മുന്നണി യോഗത്തിലൊന്നും ഇതുപോലുള്ളൊരു പ്രശ്നം ചർച്ചാ വിഷയമാക്കിയിട്ടില്ല. ഇതൊക്കെ നേരത്തെ ഉണ്ടായ പ്രശ്നങ്ങളാണ്. അങ്ങനെ മുന്നണിക്കകത്ത് ചർച്ച ചെയ്യേണ്ടതുണ്ടെങ്കിൽ CPI പറയുന്നതോ അല്ലെങ്കിൽ ഏത് ഘടകകക്ഷി പറഞ്ഞാലും മുന്നണിക്കകത്ത് ചർച്ച ചെയ്യും. അത് വലിയ കക്ഷിയായാലും ചെറിയ കക്ഷിയായാലും ചർച്ച ചെയ്യും. തുല്യ പങ്കാളിത്തവും അവസരവുമാണ് എല്ലാ ഘടകകക്ഷികൾക്കും LDFനകത്തുള്ളത്. അങ്ങനെ ഒരു പ്രശ്നം ചർച്ച ചെയ്യണമെന്ന് ഇതുവരെ LDFൽ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ഇനി അങ്ങനെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്യുന്നതിന് യാതൊരു വിരോധവും CPMനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. LDFൽ അങ്ങനെ ഒരു പുതിയ കക്ഷിയെ പ്രകടിപ്പിക്കേണ്ട ഒരു ചർച്ച ഇതുവരെ നടന്നിട്ടില്ല. LDFനകത്ത് അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഭരണകാര്യത്തിൽ ഞങ്ങളെക്കാൾ കൂടുതൽ അനുഭവ സമ്പത്ത് അവർക്കാണ്. അപ്പോൾ അങ്ങനെ ഭരണത്തിൽ എന്തെങ്കിലും ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അത്തരം കാര്യങ്ങൾ അവരെ
ചിന്തിപ്പിക്കുന്നുണ്ടാകാം. നേരത്തെ ഉണ്ടായ ചില അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് അത് തുറന്ന് പറയണം എന്ന് ചിലപ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ടാകാം. അതാണ് അവരുടെ നിലപാടെങ്കിൽ അത് പരിശോധിക്കുകയാണ് വേണ്ടത്. ഞങ്ങളെ ഭരണകാര്യത്തിൽ ഞങ്ങളെക്കാൾ കൂടുതൽ അവർക്ക് കൂടുതൽ പാരമ്പര്യമുണ്ട്, ഞങ്ങൾക്ക് അത്രത്തോളം ഇല്ല. അപ്പോൾ അതിൻ്റെതായ ചില കുറവുകൾ CPM-ൻ്റെ ഭരണപരമായ കാര്യങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതവർ ചൂണ്ടിക്കാണിക്കട്ടെ. അത്തരം കാര്യങ്ങൾ ആ നിലയിൽ പരിശോധിക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കിയാൽ സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കുമെന്ന് നേരത്തെ ചില അനുഭവമുണ്ട്. അത് ഘടകകക്ഷികളൊക്കെ ഓർക്കുന്നതാണ്. മുമ്പ് നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് 80 കാലത്ത് അന്ന് TK രാമകൃഷ്ണനായിരുന്നു ആഭ്യന്തരമന്ത്രി. അന്ന് വലിയൊരു പ്രശ്നമുണ്ടായി. സരസനെ കൊന്ന് കത്തിച്ചു എന്ന് മാധ്യമങ്ങളും കോൺഗ്രസും അന്ന് പ്രചരിപ്പിച്ചു. ആ പ്രചരണം അന്ന് വലിയ തോതിൽ കാറ്റുപിടിച്ചു. അതിൻ്റെ ഫലമായി ആ പ്രചരണത്തിൻ്റെ ഭാഗമായി അന്നത്തെ അവിടുത്തെ CPI-ക്കാരും ഈ പ്രചരണത്തിൻ്റെ ഭാഗമായി. പിന്നീട് സരസൻ കരുണാകരൻ മുഖ്യമന്ത്രിയായൊക്കെ സരസൻ തിരിച്ചു വന്നു. ആ സരസനെയാണിങ്ങനെ കൊന്നു കുഴിച്ചിട്ടു, പെട്രോൾ ഒഴിച്ച് കൊന്നു എന്നൊക്കെ പ്രചരിപ്പിച്ചത് അവിടെ കൊല്ലത്ത്. അതിൻ്റെ കൂടെ അന്ന് CPI നിന്നു. പിന്നീട് ഇലക്ഷൻ വന്നു. ഇലക്ഷൻ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? CPM ഉൾക്കൊള്ള മുന്നണി പരാജയപ്പെട്ടു. ഈ പ്രചരണമായിരുന്നു അന്ന് കൊല്ലത്ത് നമുക്കെതിരായി ഏറ്റവും വലിയ കാറ്റ് പിടിച്ച പ്രചാരവേല. ഇപ്പോൾ ശത്രുവർഗം നടത്തുന്ന ഇത്തരം പ്രചാരവേലകളുടെ കൂടെ ഭരണപക്ഷത്തുള്ള ആളുകൾ ചേർന്നാൽ അതിന് വിശ്വസത കിട്ടും. അങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചത് മുൻകാലത്ത് തന്നെ ഉണ്ടായിട്ടുള്ള അനുഭവം അതിപ്പോൾ എല്ലാവരും ഓർക്കുന്നതാണ്. അത്തരം നിലപാട് സ്വീകരിച്ചു പോകുന്ന ആർക്കാണ് ഗുണം ചെയ്യുക? അതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടത്. അതേ സന്ദർഭത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം, അത് തിരുത്താൻ ഇടപെടണം. അക്കാര്യത്തിൽ പരസ്പരം ചർച്ച ചെയ്യാം. നയപരമായ പ്രശ്നങ്ങളാണെങ്കിൽ പരസ്യ വിമർശനവുമാകാം. അത്തരത്തിലുള്ള വിമർശനം നടത്തുന്നതിൽ യാതൊരു തെറ്റുമുണ്ട് എന്ന് ഞങ്ങൾ കാണുന്നില്ല. ശരി.